n എന്ന സംഖ്യയെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3 എങ്കിൽ 2n എന്ന സംഖ്യയെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എന്ത്? ഓക്കെ, നല്ല ചോദ്യങ്ങളാണ്, പരിചയപ്പെട്ടിരിക്കണം ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം എക്സാമ്പിൾ വിലയിട്ട് ചെയ്യണം. ഓക്കെ, n എന്ന സംഖ്യയെ 4 കൊണ്ട് ഹരിച്ചാൽ 3 ശിഷ്ടം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പം 4 കൊണ്ട് ഹരിക്കുമ്പം 3 ശിഷ്ടം കിട്ടുന്ന ഒരു സംഖ്യ കണ്ടുപിടിക്കണം. ഇവർ പറയുന്ന നിയമം ശരിയാകുന്ന ഒരു സംഖ്യ കണ്ടുപിടിക്കുക. 4 കൊണ്ട് ഹരിച്ചപ്പം 3 ശിഷ്ടം വരുന്ന ഒരു സംഖ്യ കാണാൻ 4ൻ്റെ കൂടെ 3 കൂട്ടി പറഞ്ഞാൽ പോരെ. ഏതാ മക്കളെ ആ സംഖ്യ? 7. 7നെ നിങ്ങൾ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3 അല്ലേ? കണ്ടോ? അപ്പോൾ ഇവർ പറയുന്ന നിയമം ശരിയാകുന്ന ഏതെങ്കിലും ഒരു സംഖ്യ എടുക്കുക. ഞാൻ 7 എടുത്തു. 7ൽ ഇവർ പറയുന്ന നിയമം ശരിയാകുന്നുണ്ട്. 7നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം, 2n എന്ന സംഖ്യയെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര കിട്ടും? 2n എന്ന് പറഞ്ഞാൽ സംഖ്യയുടെ ഇരട്ടി എന്നല്ലേ? സംഖ്യ നമ്മൾ 7 എന്നാണ് എടുക്കുന്നതെങ്കിൽ സംഖ്യയുടെ ഇരട്ടി 14 അല്ലേ മക്കളെ? ആണോ? അപ്പോൾ സംഖ്യയുടെ ഇരട്ടിയെ 4 കൊണ്ട് തന്നെ ഹരിച്ചാൽ എത്ര ശിഷ്ടം കിട്ടുന്നല്ലേ ചോദ്യം. 14നെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 അല്ലേ? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി അല്ലേ? 2 അല്ലേ? ചെയ്ത ടെക്നിക്ക് മനസ്സിലായോ? സംഖ്യ എക്സാമ്പിൾ എടുത്ത് ചെയ്ത് നോക്കുക. ഇത്തരം ചോദ്യങ്ങൾക്ക് എക്സാമ്പിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. n എന്ന സംഖ്യയെ 4 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 3 കിട്ടി. അപ്പോൾ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന ഒരു സംഖ്യ 7 ആണ്. ഇനി 2n എന്ന സംഖ്യ, അതായത് സംഖ്യയുടെ ഇരട്ടിയെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര ശിഷ്ടം കിട്ടും? അപ്പോൾ 7ൻ്റെ ഇരട്ടി 14. അതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം കിട്ടും നോക്കിയാൽ മതി. ഇത് എല്ലാ സംഖ്യയുടെ കേസിലും ശരിയാകും. ഇങ്ങനെയാണ് ഇത്തരം ചോദ്യങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. അതെ, ജോസ് കാപ്പൻ എന്ന പേരിൽ നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ജോയിൻ ചെയ്യുക. വേറൊന്നുമില്ല, ടെലഗ്രാം എടുക്കുക, എന്നിട്ട് സെർച്ച് ബാറിൽ ഈ കാണുന്നത് പോലെ ക്യാപിറ്റൽ ലെറ്ററിൽ JOSEKAPPEN എന്ന് സെർച്ച് ചെയ്യുക. അപ്പം നമ്മുടെ ടെലഗ്രാം ചാനൽ കിട്ടും, ജോയിൻ ചെയ്യുക. നമ്മുടെ യൂട്യൂബിലെ ക്ലാസ്സുകളുടെ അപ്ഡേഷൻസ് എല്ലാം മിസ്സാവാതിരിക്കാൻ നിങ്ങളത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും, മറക്കണ്ട. അതുപോലെ തന്നെ മക്കളെ, കാപ്പൻസ് ചാറ്റ് എന്ന് പറഞ്ഞൊരു നമുക്ക് ഗ്രൂപ്പ് ഉണ്ട്, ടെലഗ്രാം ഗ്രൂപ്പ്. അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അത് ചാനലിൽ നിന്ന് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഫ്രീ ആയിട്ട് മാത്സിന്റെ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ കാപ്പൻസ് ലേണിംഗ് സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വേഗം ചെയ്തോളുക. ചെയ്തിട്ട് നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഓരോ എക്സാമുകൾക്കും ആവശ്യമായ മാത്സിന്റെ ക്ലാസ്സുകൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് നോക്കാൻ മറക്കണ്ട. LDCക്ക് വേണ്ടിയുള്ളതുണ്ട്, VFAക്ക് വേണ്ടിയുള്ളതുണ്ട്, LPUP ഉണ്ട്, LGS ഉണ്ട്, അതുപോലെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയുള്ളതുണ്ട്, 10th ലെവൽ 12th ലെവൽ എല്ലാത്തിൻ്റെയും പ്ലേലിസ്റ്റ് തിരിച്ച് മാത്സിന്റെ ക്ലാസ്സുകൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ മിസ്സാക്കരുത്, മറക്കണ്ട. ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കണ്ട. താങ്ക്